ഹലോ ഗായ്സ്, ഞാനിവിടെ ജനിച്ചതും വളർന്നതും കണ്ണൂരാണെങ്കിലും ഇത്രയും ഫേമസ് ആയ രാജരാജേശ്വരി ടെമ്പിളിൽ പോയത് ഒറ്റയടിക്ക്. അത് ഞാൻ വളരെ ചെറുപ്പത്തിൽ, അതെനിക്ക് ഓർമ്മ പോലുമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് രാജരാജേശ്വരി ടെമ്പിളിന് പോകാം. അതിവിടെ ഈവനിങ് മാത്രമാണ് വുമൻസിന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു വൈകുന്നേരം ഇറങ്ങി. ആദ്യം നമ്മൾ പറശ്ശിനി കടവാണ് പോയത്. പിന്നെ ഇവിടെ മറ്റേ കൊട്ടിയൂർ കാലം ആയതുകൊണ്ട് ഫുൾ തിരക്കും കർണാടകക്കാരും ഒക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്ത്രീകൾക്ക് വൈകുന്നേരം മാത്രമാണ് പ്രവേശനമുള്ളത്, അതും അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം. അതുമാത്രമല്ല, ഇവിടെ വേറെയും കുറേ പ്രത്യേകതകൾ കൂടിയുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രം. ഇത് മഹാക്ഷേത്രമാണെങ്കിലും ഉത്സവമോ കൊടിമരമോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതായത് ശിവരാത്രിക്ക് പോലും ഇവിടെ ഒരു പരിപാടി പോലും ഉണ്ടാവില്ല. ഇവിടുത്തെ ഒരു ശിവക്ഷേത്രമാണെങ്കിലും ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയാണെങ്കിലും കൂവളത്തിലെ പൂജയ്ക്ക് എടുക്കാറില്ല. ഇവിടെ വിശ്വസിക്കുന്നത് സതിയുടെ സ്വയം ദഹനത്തിന് ശേഷം, ശിവന്റെ താണ്ഡവ നൃത്തത്തിനൊക്കെ ശേഷം സതിയുടെ തല വന്ന് വീണിടുമെന്നാണ് ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റേ പത്മനാഭ സ്വാമി ടെമ്പിളിലൊക്കെ പോകുമ്പോഴുള്ളൊരു ആംബിയൻസും വൈബും ഒക്കെയാണ്. ലൈക്ക് ഫുൾ ചെക്കിങ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലേ മതിലൊക്കെ, ഇതിപ്പോൾ റോക്കാണ്. ലൈക്ക് എന്താ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടുന്ന സമയത്ത് അങ്ങനെ ഇടിഞ്ഞു പോയി എന്നൊക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആൻഷ്യൻ വൈബ് അടിക്കും. ലൈക്ക് ഈ ഒരു ഫ്രണ്ട് എൻട്രൻസ് ആണത്. പിന്നെ ഇവിടെ ശിവൻ്റെ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട്. അപ്പം ഇത്രയാണ് എനിക്കറിയുന്നത്. അപ്പം ഇത് ഇഷ്ടമായപ്പോഴെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.